കർണക മിത്രപ്രേം അല്ലെങ്കിൽ കർണൻ്റെ സുഹൃത്ത് സ്നേഹം എന്ന് പറയുന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് രാംധാരി സിംഹ് ദിൻകർ എന്നാണ്. ഇത് മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ഹസ്തിനപുരത്തിന് വേണ്ടിയിട്ട് കൗരവരും പാണ്ഡവരും കൂടെ യുദ്ധം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ശ്രീകൃഷ്ണൻ നമ്മുടെ കർണനെ ചെന്നിട്ട് പാണ്ഡവരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇതിനകത്ത് വിവരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ കർണൻ എന്ന് പറയുന്നത് പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവിയുടെ തന്നെ ഒരു പുത്രനാണ്. അതൊരു സാഹചര്യത്തിൽ ഈ കുന്തി ദേവി ഈ കർണനെ പുഴയിൽ കൂടെ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ പെട്ടി ചെന്നിട്ട് ഒരു തേരാളിയുടെ കയ്യിൽ കിട്ടുന്നതായിട്ടുള്ള കഥയുണ്ട്. ഈ കഥ ആക്ച്വലി നമ്മുടെ കർണന് അറിയത്തില്ല. അപ്പം ശ്രീകൃഷ്ണൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ചെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം തന്നെ നിന്ന് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. എന്നാൽ നമ്മുടെ കർണനാകട്ടെ, കർണനെ ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തിച്ചത് നമ്മുടെ സുഹൃത്തായ ദുര്യോധനാണ്. അപ്പോൾ ആ ദുര്യോധനെ വിട്ട് പോവില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ ഓരോന്ന് വിവരിക്കുകയാണ് നമ്മൾ ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നു എന്ന്. നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ ചിന്തൻ മനൻ എന്നും പറഞ്ഞാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. അതായത് ആ ചാപ്റ്ററിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയയാണ് നമുക്ക് അത് പറഞ്ഞു തരുന്നത്. നോക്കാം. കിസിക്ക് ദ്വാര കിയ ഗയ ഉപകാർ. നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലോ മാന്ന തഥാ ഉസ്കേലിയെ സർവസ്വ ചോട്ട് ദേനാ ഹി സാഹസ്യ ലോകോം ക ലക്ഷൺ ഹോത്താ ഹെ. അപ്പോൾ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തു തന്ന ആൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ എല്ലാം സർവസ്വം നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ വിട്ട് കളഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളെ നമ്മൾ തിരിച്ച് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരെ സാഹസി ലോകോം ക ലക്ഷൺ ഹോത്താ ഹെ, അങ്ങനെയുള്ളവരെ ധീരരായ ആളുകളെന്ന് നമുക്ക് വിളിക്കാം. എയ്സെ ലോകോം കേലിയെ സാംസാരിക് സുഖ് എന്ന് പറയുന്നത് വേർഡ്ലി തിങ്സ്, നമുക്ക് കണ്ടിഷ്ടപ്പെടുന്ന ചുറ്റുപാടും നമുക്ക് വേർഡ്ലി ആയിട്ട് കാണുന്ന സാധനങ്ങൾ. ഒരു കാറിനോട് നമുക്ക് ഇഷ്ടം തോന്നുക, പൂവിനോട് നമുക്ക് ഇഷ്ടം തോന്നുക, അതൊക്കെ നമ്മുടെ വേർഡ്ലി തിങ്സാണ്. തഥാ പദ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളൊരു വലിയ പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഹെൽപ്പ് ചെയ്ത ആളെ നമ്മൾ തിരിച്ച് ഉപകാരം ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പദ് പ്രതിഷ്ഠ ബി അപ്പനെ കർത്തവ്യ സെ ബഡ് കർ നഹീം ഹോത്തി. നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിയിൽ കവിഞ്ഞ് വേറെ ഒന്നുമല്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വേർഡ്ലി തിങ്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റാറ്റസോ ഒന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കാട്ടി വലുതല്ല. മിത്ര വഹീം ജോ ഏക്ക് മിത്രയ്ക്ക് മദത് കരെ. കൂട്ടുകാരാണ് ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരെ സഹായിക്കുക. ഒരു കൂട്ടുകാരൻ ചീത്തയായ രീതിയിൽ പോവുകയാണ് അല്ലെങ്കിൽ വഴിതെറ്റി പോവുകയാണെങ്കിൽ നല്ലൊരു സുഹൃത്ത് എന്ന രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് തെറ്റായ രീതിയാണ്, ഇതാണ് കറക്റ്റായിട്ടുള്ള രീതി എന്നും അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കൂടെ നിന്ന് സഹായിക്കുക. അത് സന്തോഷമാണെങ്കിലും ശരി, സങ്കടമാണെങ്കിലും ശരി, ഒരു സഹായം വേണ്ടുന്ന സാഹചര്യമാണെങ്കിലും ശരി. മിത്രത സബ്സെ ശ്രേഷ്ഠ ഹെ. സൗഹൃദം എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് നമുക്ക് ഈ ചിന്തൻ മനൻ പറഞ്ഞു തരുന്നത്. നോക്കൂ, ഒരാൾ ചെയ്യുന്ന ഉപകാരം സ്വീകരിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ധീരരായ ആളുകളുടെ ലക്ഷണമാണ്. ഇത്തരക്കാർക്ക് ലൗകിക സന്തോഷവും, നമ്മൾ നേരത്തെ പറഞ്ഞു വേർഡ്ലി തിങ്സ് അല്ലേ, സന്തോഷവും സ്ഥാനവും പോലും അവരുടെ കടമയേക്കാൾ വലുതല്ല. സുഹൃത്തിനെ സഹായിക്കുന്നവനാണ് സുഹൃത്ത്. ശരിയായ സുഹൃത്തിനാണ് ശരിക്കും പറഞ്ഞാൽ സുഹൃത്തിനെ സഹായിക്കുന്നവനാണ് ശരിയായ സുഹൃത്ത്. സൗഹൃദമാണ് ഏറ്റവും നല്ലത്. എന്താണ് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ലൈൻ, ഹേ കൃഷ്ണ ജര യഹ് ബി സുനിയെ. അല്ലയോ കൃഷ്ണ, നീ ഇതുകൂടി കേട്ടാലും. സച്ച് ഹേ കി ജൂട്ട് മൻമേം ഗുനിയെ. സത്യമാണെങ്കിലും ശരി, കള്ളത്തരമാണെങ്കിലും ശരി, ഇത് നീ മനസ്സിൽ കുറിച്ചിട്ടോളൂ. ഇത് ആര് തമ്മിലുള്ള സംസാരം എന്നറിയാം. നമ്മുടെ ശ്രീകൃഷ്ണൻ കർണനെ പാണ്ഡവരുടെ കൂടെ നിൽക്കാൻ പറഞ്ഞ് വിളിക്കാൻ വന്നപ്പോൾ ഉള്ള സംഭാഷണമാണ് ഈ പറയുന്നത് കേട്ടോ. ഹേ കൃഷ്ണ ജര യഹ് ബി സുനിയെ. ഇതുകൂടി കേട്ടാലും. സച്ച് ഹേ കി ജൂട്ട് മൻമേ ഗുനിയെ. സത്യമാണെങ്കിലും ശരി, നുണയാണെങ്കിലും ശരി, നീ ഇത് മനസ്സിൽ കുറിച്ചിട്ടോളൂ.
ധൂലോം മേ താ മേ പടാഹുവ. ധൂലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി, അല്ലെങ്കിൽ മണ്ണിലാണ് ഞാൻ കിടന്നിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെളിയിൽ, അല്ലെങ്കിൽ എന്താണ് പറയുക, മണ്ണിൽ കിടന്നാണ് ഞാൻ വളർന്നത്. പടാഹുവ എന്ന് വെച്ചാൽ മണ്ണിലാണ് ഞാൻ കിടന്നിരുന്നത്. കിസ്ക സ്നേഹിപ്പ ബടാഹുവ. നിനക്കറിയാലോ ഞാൻ ആരുടെ ഔദാര്യം അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടിട്ടാണ് ഇപ്പം നിൽക്കുന്നൊരു പൊസിഷനിലെത്തിയത്. കിസ്നെ മുജിക്കോ സമ്മാൻ ദിയ. ആരാണ് എനിക്ക് എനിക്ക് സ്ഥാനങ്ങളെല്ലാം തന്നത്, അല്ലേ, അല്ലെങ്കിൽ ആരാണ് എന്നെ ബഹുമാനിച്ചത്, ആരാണ് എന്നെ ഹോണർ ചെയ്തത്. നിർബദ ദേ മഹിമാവാൻ കിയ. നിർബദ എന്ന് വെച്ചാൽ ഒരു കിങ്ഡം, അല്ലേ. നമ്മുടെ ദുര്യോധൻ, നമ്മുടെ കർണന് ഒരു പേര്, ഒരു നല്ലൊരു പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം തന്നെ അവന് കൊടുക്കേണ്ടായി. നിർബദ ഒരു കിങ്ഡം തന്നെ അവന് കൊടുക്കേണ്ടായി. മഹിമാവാൻ കിയ, ഗ്ലോറിഫൈ ചെയ്തത് ആരാന്ന് നിനക്കറിയാമല്ലോ, അല്ലേ. ഹി വാസ് ഗ്ലോറിഫൈഡ് ബൈ ഗിവിങ് ഹിസ് കിങ്ഷിപ്പ്. അദ്ദേഹം, ദുര്യോധനൻ, നമ്മുടെ കർണന് ഒരു രാജ്യം തന്നെ കൊടുത്ത് അവനെ ഗ്ലോറിഫൈ ചെയ്യുകയുണ്ടായി. ഹേ റണി കർണുക്ക രോം രോം. അതുകൊണ്ട് തന്നെ റണി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കടക്കാരനാണ്, ഡെറ്ററാണ്. ആരോടാണ്? നമ്മുടെ ദുര്യോധനോട്. ഞാൻ എൻ്റെ ശരീരത്തിലുള്ള ഓരോ രോമ സുഷിരം പോലും അവനോട് കടപ്പെട്ടിരിക്കുന്നു. എന്താണ്? ജാൻതേ സത്യ യഹ് സൂര്യസോം. ജാൻതേ സത്യ സൂര്യസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം സൂര്യനും ചന്ദ്രനും വരെ അറിയാം. നോക്കൂ, തൻ മൻ ധൻ ദുര്യോധൻ കാ ഹെ. എൻ്റെ ശരീരവും മനസ്സും ഉള്ള സമ്പത്തെല്ലാം ദുര്യോധൻ്റെതാണ്, അല്ലേ. ബോഡി മൈൻഡ് ആൻഡ് വെൽത്ത് ബിലോങ് ടു ദുര്യോധൻ. യഹ് ജീവൻ ദുര്യോധൻ കാ ഹെ. എൻ്റെ ലൈഫ് ദുര്യോധൻ്റെയാണ്, അല്ലേ. ദിസ് ലൈഫ് ബിലോങ്സ് ടു ദുര്യോധൻ. സുർപൂർ സേബി മുഗ് മോടുങ്ക. സുർപൂർ എന്ന് വെച്ചാൽ ഹെവൻ വന്നാൽ പോലും, ഹെവൻ എന്നിലേക്ക് വന്നാൽ പോലും ഞാൻ മുഗ് മോടുങ്ക, ഞാനത് ത്യജിക്കും, ഞാനത് തിരിച്ചു കളയും. ഐ വിൽ ടേൺ അവേ ഈവൺ ഫ്രം ദ ഹെവൻ, അല്ലേ. ഹെവൻ ഞാൻ എടുക്കില്ല സൗഹൃദത്തിന് വേണ്ടിയിട്ടല്ലേ. കേശവ് മേ ഉസേ നാ ചോടുങ്ക. നാ ചോടുങ്കാൽ മേ നെഹി ചോടുങ്ക എന്നാണ്. ആരെയാണ്? കേശവൻ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും ദുര്യോധനെ വിട്ടുകളയില്ല. നോക്കിയേ, ഐ വിൽ നോട്ട് ലീവ് ഹിം. ജിസ് നർക്കി ബാഹഗഹീമേനെ. ഞാൻ ഏത് മനുഷ്യൻ്റെ കൈയാണോ ഞാൻ പിടിച്ചത്. നോക്കൂ, നർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മാൻ. കി ബാഹ് എന്ന് വെച്ചാൽ ആം, ഗഹീമേനെ ഞാൻ ആരുടെ കൈയാണോ പിടിച്ചത്. ദ മാൻ ഹൂസ് ആം ഐ ഹാവ് ഹെൽഡ്. ജിസ് തരു കി ചാഹ് ഗഹീമേനെ. ജിസ് തരു എന്ന് വെച്ചാൽ ട്രീ, വൃക്ഷം. ഞാൻ ആ കൈ പിടിച്ച അയാളെന്ന് പറയുന്നത് എനിക്കൊരു മരത്തിനെ പോലെയാണ്, ഒരു മരം തന്ന തണലിനെ പോലെയാണ് അദ്ദേഹം എനിക്ക് എല്ലാം തന്നു. നോക്കിയാൽ ജിസ് തരു കി ചാഹ്, ഞാനൊരു മരത്തിൻ്റെ ഷെയ്ഡ് എടുത്തു, അല്ലേ. ഗഹീമേനെ ഉസ് പർ നാ വാർ ചലനെ ദൂങ്ക. എനിക്ക് ഷെയ്ഡ് തന്ന ആ മരത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് അനുവദിക്കത്തില്ല. ഉസ് പർ നാ വാർ, അറ്റാക്ക്. നാ എന്ന് വെച്ചാൽ നെഹി, വാർ ചലനെ ദൂങ്ക, ഞാൻ അതിനെ എതിരെ അറ്റാക്ക് വന്നാൽ സൈക്കിൾ, അല്ലേ. ഐ വിൽ നോട്ട് ലെറ്റ് എനി അറ്റാക്ക് ബി മെയ്ഡ് ഓൺ ഹിം. ഞാൻ അതിനെതിരെ ഒരു ആക്രമണം വന്നാൽ ഒരിക്കലും അതിനെ സമ്മതിച്ചു കൊടുക്കില്ല. എന്താണ്? കെയ്സേ കുഡോർ ചലനെ ദൂങ്ക. ഞാൻ എങ്ങനെയാണ് അതിലേക്കൊരു ആക്സ് ഉപയോഗിക്കാൻ സമ്മതിക്കുക. ഹൗ വിൽ ഐ ലെറ്റ് ദ ആക്സ് ബി യൂസ്ഡ്. ജീത്തേ ജി ഉസേ ബച്ചാവുങ്ക. എന്താണ്? ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ രക്ഷിക്കും. ജീത്തേ ജി ഉസേ ബച്ചാവുങ്ക. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവനെ രക്ഷിക്കും. ഐ വിൽ സേവ് ഹിം ഇഫ് ഐ ആം എലൈവ്. യാ ആപ് സ്വയം കട്ട് ജാവുങ്ക. എനിക്കതിന് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ ത്യജിക്കും. മിത്രത ബെഡ അൻമോൽ രത്ന. മിത്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രഷ്യസ് ജെമ്മാണ്, അല്ലേ. ഫ്രണ്ട്ഷിപ്പ് ഇസ് എ വെരി പ്രഷ്യസ് ജെം. കബ് ഇസേ താവുൽ സക്താഹെദൻ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് താവുലിനാന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പൈസ തന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? വെൻ ക്യാൻ മണി വെയിറ്റ്, അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ വെദർ ക്യാൻ മണി വെയിറ്റ്, പറ്റില്ല, അല്ലേ. ധർത്തി കി തോ ഹേ ക്യാ ബിസാദ്. നമുക്ക് ഭൂമിയുടെ കപ്പാസിറ്റിയെക്കുറിച്ച് നമുക്ക് അളന്നു നോക്കാൻ പറ്റുമോ? വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ എർത്ത്? നമുക്കതൊരിക്കലും അളന്നു നോക്കാൻ പറ്റത്തില്ല, അല്ലേ.
ആ ജായേ അഗർ ബൈകുണ്ട് ഹാത്ത്, എൻ്റെ കയ്യിലോട്ട് ബൈകുണ്ട് എന്ന് വെച്ചാൽ സ്വർഗം വന്നാൽ പോലും എന്താണ്, ഇഫ് ഹെവൻ കംസ് ടു മൈ ഹാൻഡ് ഉസ്കോ ബി ന്യോച്ചാവർ കർദു. ന്യോച്ചാവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനെ ത്യജിക്കും അല്ലേ, ഐ വിൽ സാക്രിഫൈസ് ദാറ്റ് ടു. ന്യോച്ചാവർ നമ്മുടെ ടെക്സ്റ്റിന് താഴെ തന്നിട്ടുണ്ട്. ഐ വിൽ സാക്രിഫൈസ് ദാറ്റ് ടു കുരുപതി കെ ചരണവും പെർ ഗർദു അല്ലേ. എന്താണ് കുരുപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധനാണ് ഇവിടെ പറയുന്നത് അല്ലേ. എല്ലാമായ കുരുപതിക്ക് വേണ്ടിയിട്ട് കുരുപതിയുടെ പാദങ്ങളിൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ എല്ലാം സമർപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് നമ്മുടെ പോയത്തിൻ്റെ ഉള്ളടക്കം.